ഹലോ എവരിവൺ, വെൽക്കം ടു സ്റ്റഡി ഗൈഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദി ഹണി മാംഗോ ട്രീ എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. ആദ്യം നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളൊരു മലയാളം എഴുത്തുകാരനാണ്. അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയും സ്വാതന്ത്ര്യ സമര സേനാനിയും നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ് ബാല്യകാലസഖി, ന്റുപ്പാപ്പയ്ക്കൊരാനുണ്ടാർന്നു, പാത്തുമ്മയുടെ ആട് എന്നിവ. 1982 അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത് രാജ്യം ആദരിച്ചു. ദി ഹണി മാംഗോ ട്രീ എന്ന ഈ സ്റ്റോറിയുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ദയ, കരുണ, പ്രകൃതിയെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഒരു ചെറിയ നല്ലത് ചെയ്താൽ അത് വലിയ ഫലങ്ങൾ നൽകും എന്നിവയാണ്. ഈ സ്റ്റോറിയിലെ മുഖ്യ കഥാപാത്രങ്ങളാണ് റഷീദ്, അസ്മ. ഇവരുടെ സ്നേഹവും പരിപാലനം എന്നിവ കൊണ്ട് ഒരു ചെറിയ മാവ് വളർന്ന് തേൻ പോലെ മധുരമുള്ള മാങ്ങകൾ നൽകുന്നു. ഈ കഥ നമ്മെ പ്രകൃതിയെ പരിപാലിക്കാനും ഒരുമിച്ച് ദയ കൂടിയ മനസ്സോടെ ജീവിക്കാനും പ്രേരിപ്പിക്കുന്നു. ഇനി നമുക്ക് സ്റ്റോറിയുടെ സമ്മറിയിലേക്ക് കടക്കാം. ഈ കഥ തുടങ്ങുമ്പോൾ നമ്മുടെ എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ അയൽക്കാരനായ റഷീദും ഒരു മാവിൻ്റെ അടിയിൽ നിൽക്കുകയായിരുന്നു. റഷീദ് എഴുത്തുകാരനോട് പറഞ്ഞു, ആ മാവിന് അയാളുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനമുണ്ടെന്ന്. അപ്പോഴാണ് റഷീദിൻ്റെ 16 വയസ്സുള്ള മകൻ ഒരു പ്ലേറ്റിൽ പഴുത്ത മാങ്ങ കഷ്ണങ്ങളുമായി വന്നത്. നമ്മുടെ എഴുത്തുകാരൻ അതിൽ നിന്നും കുറച്ച് കഷ്ണങ്ങൾ എടുത്തു കഴിച്ചു. ആ മാങ്ങ ഇഷ്ടമായോ എന്ന് റഷീദ് നമ്മുടെ എഴുത്തുകാരനോട് ചോദിച്ചു. എഴുത്തുകാരൻ പറഞ്ഞു, ആ മാങ്ങ തേൻ പോലെ മധുരമുള്ളതാണെന്ന്. എന്നിട്ട് റഷീദിനോട് ചോദിച്ചു, റഷീദാണോ ആ മാവ് നട്ടതെന്ന്. റഷീദ് പറഞ്ഞു, ആ മാവിൻ്റെ പുറകിൽ വളരെ മനോഹരമായൊരു കഥയുണ്ടെന്ന്. എന്നിട്ട് അയാൾ ആ കഥ പറയാൻ തുടങ്ങി. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് അയാൾ വിവാഹം കഴിച്ചിട്ടില്ല. അയാളുടെ പോലീസ് ഇൻസ്പെക്ടറായ ഇളയ സഹോദരനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. വീട്ടിൽ നിന്നും 75 മൈൽ അകലെയുള്ള ഒരു സ്ഥലത്താണ് അയാളുടെ ജോലി. അന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. റഷീദ് വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങി. അയാൾക്ക് നീളമുള്ള താടിയും നന്നായി വളർന്ന മുടിയും ഉണ്ടായിരുന്നു. ഏതാണ്ട് 80 വയസ്സ് പ്രായം തോന്നും. റഷീദ് അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ വേദന കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. അയാളെ കാണുമ്പോൾ വലിയ അസുഖമുള്ള ആളാണെന്നാണ് തോന്നിപ്പോവുക. അയാൾ റഷീദിനോട് അല്പം വെള്ളം കുടിക്കാനായി ചോദിച്ചു. റഷീദ് വെള്ളത്തിനായി ചുറ്റും നോക്കിയപ്പോൾ റോഡിനരികിലുള്ള ഒരു വീട്ടിൽ ഒരു സ്ത്രീ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചിരിക്കുന്നത് കണ്ടു. റഷീദ് അവളോട് അല്പം വെള്ളം ചോദിച്ചു. ആ വയസ്സായ മനുഷ്യനെ പറ്റി അവളോട് പറയുകയും ചെയ്തു. വെള്ളം കൊടുത്ത ശേഷം അവൾ എഴുന്നേറ്റ് റഷീദിൻ്റെ കൂടെ അയാളുടെ അടുത്തേക്ക് പോയി. റഷീദ് തൻ്റെ കയ്യിലുള്ള വെള്ളമുള്ള കുടം ആ പ്രായമായ ആൾക്ക് കൊടുത്തു. വെള്ളം കുടം കിട്ടിയപ്പോൾ അയാൾ ചെയ്ത പ്രവൃത്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. വെള്ളം കുടിക്കുന്നതിന് പകരം അയാൾ ബുദ്ധിമുട്ടി എഴുന്നേറ്റ് ഉണങ്ങിത്തുടങ്ങിയ ഒരു മാവിൻ തൈയിൻ്റെ അടുക്കൽ ചെന്നിട്ട് കുടത്തിലുള്ള പകുതി വെള്ളവും അതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്തു. ആ വഴിയിലൂടെ പോകുന്ന ആരോ എറിഞ്ഞു കളഞ്ഞ മാങ്ങണ്ടിയിൽ നിന്ന് മുളച്ചതായിരുന്നു അത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വയസ്സായ മനുഷ്യൻ പഴയ സ്ഥലത്ത് തന്നെ പോയിരുന്നു. എന്നിട്ട് അല്പം വെള്ളം കുടിച്ചു. എന്നിട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ആ വയസ്സായ ആൾ അയാളെക്കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അയാളുടെ പേര് യൂസുഫ് സിദ്ദിഖാണെന്നും അയാളൊരു ദരിദ്രനാണെന്നും അയാൾക്ക് ബന്ധുക്കൾ ആരുമില്ലെന്നും ജീവിതം മുഴുവനും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണെന്നും റഷീദും അസ്മയും അവരെക്കുറിച്ചും പരിചയപ്പെടുത്തി കൊടുത്തു. അവർ 2 പേരും അധ്യാപകരാണ്. പ്രായമായ മനുഷ്യൻ അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് വീണ്ടും കിടന്നു. വേഗം തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. റഷീദ് തൻ്റെ വീട്ടിൽ പോയി അയാളുടെ അനിയനെ വിളിച്ചു കൊണ്ടുവന്നു. അവിടെയുള്ള ഒരു പൊതു ശ്മശാനത്തിൽ ആ പ്രായമുള്ള മനുഷ്യൻ്റെ ശരീരം മറവ് ചെയ്തു. മരിച്ച ആ മനുഷ്യൻ്റെ കീശയിൽ 6 രൂപയുണ്ടായിരുന്നു. അസ്മയും റഷീദും 5 രൂപ വീതമിട്ട് അതുകൊണ്ട് മിഠായി വാങ്ങി അസ്മയുടെ സ്കൂളിലെ കുട്ടികൾക്ക് വിതരണം ചെയ്തു.
അസ്മയാണ് ആ മാവിൻ തൈനെ പരിപാലിച്ചത്. അസ്മ മാവിൻ തൈക്കെന്നും വെള്ളമൊഴിച്ചു കൊടുത്തു. വേഗം തന്നെ പുതിയ ഇലകൾ അതിൽ വന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അസ്മയും റഷീദും വിവാഹിതരായി. റഷീദ് പുതിയ വീട് വാങ്ങിച്ചപ്പോൾ ആ മാവിൻ തൈ പറിച്ചു കൊണ്ടുവന്ന് പുതിയ വീടിൻ്റെ പരിസരത്ത് നട്ടു. റഷീദും അസ്മയും അതിനെ പരിപാലിച്ചു. വെള്ളമൊഴിച്ചു കൊടുത്തു. എല്ലുപൊടി, ചാണകം, ചാരം, ജീർണിച്ച സസ്യമൃഗാവശിഷ്ടങ്ങൾ എന്നിവ അതിന് വളമായി കൊടുത്തു. വേഗം തന്നെ അത് വളർന്നു പന്തലിച്ചു. റഷീദ് ആ മരത്തെ കെട്ടിപ്പിടിച്ചു. പിന്നീട് കഥാകൃത്ത് വീട്ടിലേക്ക് പോകാനായി തിരിഞ്ഞപ്പോൾ റഷീദിൻ്റെ മകൻ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ കുറച്ച് മാങ്ങകൾ അദ്ദേഹത്തിന് കൊടുത്തു. അവൻ്റെ അമ്മയാണ് അത് കൊടുത്തയച്ചതെന്ന് അവൻ കൂട്ടിച്ചേർത്തു. അതിനുശേഷം കഥാകൃത്ത് ആ കുട്ടിയുടെ പേര് ചോദിക്കുന്നു. യൂസഫ് സിദ്ദിഖ് എന്ന അവൻ്റെ പേര് അവൻ കഥാകൃത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. റഷീദ് തൻ്റെ മകനെ യൂസഫ് സിദ്ദിഖ് എന്ന പേരിലാണ് വളർത്തുന്നത്. അതിലൂടെ വൃദ്ധൻ്റെ സ്മരണ അടുത്ത തലമുറയിലേക്കും കടന്നു പോകുന്നു. ഈ കഥ മനുഷ്യത്വത്തിൻ്റെയും പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെയും പ്രസക്തി പ്രകടിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ കഥ വായനക്കാരെ ഓരോരുത്തരെയും ഒരു വൃക്ഷത്തെയെങ്കിലും സംരക്ഷിക്കണമെന്ന് പ്രചോദിപ്പിക്കുന്നു. അത് വൃക്ഷത്തോടുള്ള ആരാധനയല്ല, പ്രകൃതിയോടുള്ള സ്നേഹവും മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യവുമാണെന്ന് ഈ കഥ കാണിച്ചു തരുന്നു.